അപ്പൊ നമുക്ക് ഡേ 2 ഓഫ് സമ്മർ ഹെൽത്ത് സീരീസ് നോക്കിയാലോ. ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ടാൻ മാറുന്നില്ല, അങ്ങനെയാണോ? മെയിനായിട്ട് നമ്മൾ SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ നോക്കിയിട്ടാണല്ലേ സൺസ്ക്രീൻ വാങ്ങിക്കുന്നത്. ആക്ച്വലി ടാനിങ്ങിന് മെയിനായിട്ട് കാരണമാവുന്നത് അൾട്രാവയലറ്റ് എ റേസ് ആണ്. നമ്മൾ ഈ നോക്കുന്ന SPF അൾട്രാവയലറ്റ് ബി റേസിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ തരത്തുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയുള്ള സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യേണ്ടത്? ബോത്ത് അൾട്രാവയലറ്റ് എ ആൻഡ് ബി റേസിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ നമ്മളെ അൾട്രാവയലറ്റ് ബി റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഏത് ഫാക്ടർ ആയിരിക്കും നമ്മളെ അൾട്രാവയലറ്റ് എ റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക? അതാണ് PA അഥവാ പ്രൊട്ടക്ഷൻ ഗ്രേഡ് ഓഫ് അൾട്രാവയലറ്റ് എ റേസ്. നമ്മൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പം അതിനകത്ത് SPFന്റെ കൂടെ PA എന്ന് പറഞ്ഞിട്ടൂടെ കാണാൻ പറ്റും. PA എന്ന് പറയുന്നത് ആക്ച്വലി റേറ്റിംഗ് സിസ്റ്റം ഓഫ് UVA പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. PA 4+ ഉള്ളതിലാണ് എക്സ്ട്രീംലി ഹൈ UVA പ്രൊട്ടക്ഷൻ ഉണ്ടാവുക. എബോവ് 94% ആണ് PA 4+ൽ UVA പ്രൊട്ടക്ഷൻ കാണിക്കുന്നത്. ഈ UVA അഥവാ അൾട്രാവയലറ്റ് എ റേസ് എല്ലാ ദിവസവും സ്ട്രോങ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് SPF 50യും കൂടെ PA+++ എത്ര പ്ലസ് ഉണ്ടോ അത്രയുമുള്ള സൺസ്ക്രീനും കൂടെ വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പത്തേക്കും നമ്മുടെ ടാനും റിങ്കിൾസും സ്പോട്ടും ഒക്കെ റെഡ്യൂസ് ആവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ടുണ്ടാവണം. 2 ഫിംഗർ ലെങ്ത്തിലാണ് നമ്മൾ ഫേസിലും നെക്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. പുറത്തു പോകുന്നതിന് 15 മിനിറ്റ്സ് മുന്നെങ്കിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഈ ചൂടത്ത് അംബ്രല്ല അല്ലെങ്കിൽ ക്യാപ്പ്, സൺഗ്ലാസ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുണ്ടാവും. അപ്പം കീപ് ഗ്ലോയിങ്. ബൈ.